നമസ്കാരം. സ്വയം ദൈവമാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഒരു ബിരുദന്റെ വാർത്തയാണ് മറുനാടൻ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ മുഹമ്മദ് സനീബ് എന്ന മുഹസാനാണ് ഇത്തരത്തിൽ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരെ കബളിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത്. എങ്ങനെയാണ് മുഹസിൻ്റെ ഈ തട്ടിപ്പ് രീതി? മുഹസിൻ എങ്ങനെയാണ് ദൈവമായത്? മുഹമ്മദ് സനീബിൽ നിന്നും മുഹസനായി മാറിയ ആ കഥ സത്യദാസ് വ്യക്തമാക്കും. ഇയാൾ പറയുന്നത്, ഇപ്പോൾ ഹൈന്ദവ വിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ നാരായണൻ അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ ശങ്കരൻ എന്നൊക്കെ പറയുന്ന ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാമൂർത്തികൾ അവരെ ഇങ്ങോട്ട് അയച്ച, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം പറയാൻ അള്ളാഹു മുഹമ്മദ് നബിയെ ഇങ്ങോട്ട് അയച്ച പടച്ചവൻ, അതുപോലെ സൃഷ്ടാവ് എന്നൊക്കെ പറയുന്നത്. അത് ക്രിസ്തീയ വിശ്വാസം പ്രകാരം പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച പിതാവ്, യേശുക്രിസ്തുവിൻ്റെ പിതാവ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ യുഗത്തിൽ ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഭൂമിയെ ഭരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഈ ഭാവത്തിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇദ്ദേഹം ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇദ്ദേഹമാണ് ഇനി ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. സംശയം, ഇയാൾ എന്ത് പറഞ്ഞിട്ടാണ് ആളുകളോട് പിതാവ് അല്ലെങ്കിൽ സൃഷ്ടാവ് ഇങ്ങോട്ട് അയച്ച ആളാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? എങ്ങനെയാണ്? അത് കുറച്ച് മിറക്കിൾ സാധ്യം ഉണ്ടാക്കും. ഈ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഗുണാനുഭവം തന്നെ ആയിരിക്കും. പക്ഷേ അത് വേറൊരു ആംഗിളിൽ അതിനെ നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെ ഈ അർദ്ധരാത്രി ഈ മോർണിംഗിലെ ഗുണാനുഭവങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇദ്ദേഹം വരുന്നതിന് വേണ്ടിയൊക്കെ കാത്തിരിക്കും. അപ്പോൾ ഇദ്ദേഹം വന്ന് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. പിന്നെ എല്ലാവരും അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ നമുക്കും അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് ചില ആൾക്കാരുടെ വിഷമങ്ങൾ ആദ്യം കേൾക്കും, 2 ദിവസം കഴിഞ്ഞ് അവരുടെ ഗുണങ്ങൾ കേൾക്കും. അപ്പം നമുക്കും ഓരോ ഗുണങ്ങളിങ്ങനെ സംഭവിക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ വരും. അപ്പോഴാണ് അടുത്ത പരിപാടി.